ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതാണ് ചേച്ചിയുടെ തീരുമാനമെങ്കിൽ ഞങ്ങൾക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്ത് തീരുമാനം? ചേച്ചിക്കറിയാവുന്ന മാർഗം തന്നെയാ ഞങ്ങൾ രണ്ടുപേരുടെ മുന്നിലുള്ളത്. മീഡിയ. താലി കഴുത്തി കിടക്കുന്നോണ്ടല്ലേ നിനക്ക് ഇത്രയ്ക്ക് ധൈര്യം? ആരും അറിയാതെ എവിടെയെങ്കിലും പോയി ഒരു താലിയും കഴുത്തിലിട്ട് വന്നാ അതിന്റെ പേര് കല്യാണമെന്നല്ല. അതിവിടെ ആരും അംഗീകരിക്കാനും പോകുന്നില്ല. ഇതിനി നിന്റെ കഴുത്തിൽ വേണ്ട. എന്താ ഇത്? വസുമതി, കൈയെടുക്കാൻ കൈയെടുക്കാൻ. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിക്കുമെങ്കിൽ അങ്ങനെ കഴിയട്ടെ എന്ന് കരുതിയ ഇത്രയും നേരം മിണ്ടാതെ നിന്നത്. ദുർഗയും കിരണും അഭയം തേടി ഇങ്ങോട്ട് വന്നത് തെറ്റ് തന്നെ. അതിന് കാരണക്കാരി ഈ നിൽക്കുന്ന വസുമതി തന്നെ. വീട്ടിലേക്ക് വന്ന ഇവരെ വസുമതി ഗിരിജയും ചേർന്ന് ഇറക്കി വിട്ടത്. അത് തടയാൻ എനിക്കോ അമ്മയ്ക്കോ സാധിച്ചില്ല. ഇവരെ തിരിച്ചു വിളിച്ചോണ്ട് ഞങ്ങൾ പോയിക്കോണം. ഇവരിവിടെ വന്നതിനും നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിച്ചതിലും ഞാൻ നിങ്ങളോട് മാപ്പ് പറയുന്നു. അച്ഛൻ ആരോടും മാപ്പ് പറയാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇത് ഞാനും കിരണും കൂടി എടുത്ത തീരുമാനം. എന്തിനാ മോളെ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾക്ക് വീട്ടിലോട്ട് തിരിച്ചു വന്നൂടെ? ഇതൊക്കെ ഒന്ന് നിർത്തുവോ? എത്ര നേരമായിട്ട് പറയുന്നു നിങ്ങളുടെ ഈ നാടകം ഒന്ന് നിർത്തി ഇറങ്ങിപ്പോവാൻ. ഇത് നിങ്ങളെ പോലെ ഒന്നുമില്ലാത്ത ആർക്കും അറിയാത്ത കുടുംബമൊന്നുമല്ല, ഇന്ദ്രപ്രസ്ഥമാണ്. മോളെ, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഈ വീട്ടിലേക്ക് കയറി വന്നത് ന്യായീകരിക്കാൻ പറ്റില്ല. അത് തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞോണ്ടിരിക്കുന്നത്. അനിയത്തെ കെട്ടിച്ചോണ്ട് വന്ന വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് ചെറുക്കനെ വിളിച്ചോണ്ട് എന്ത് അധികാരത്തിലാ ചേച്ചി കയറി വന്നത്? അതിന്റെ കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ. അധികാരമല്ല, പൂർണിമേച്ചി തന്ന വാക്കിന്റെ പേരിലാണ് ഞങ്ങൾ വന്നത്. വേണ്ട ദുർഗേ, അതൊന്നും ശരിയാവില്ല. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാം. ഞാനല്ലേ മോളെ പറയുന്നേ? വേണ്ട മുത്തശ്ശി, ഞങ്ങൾ അവിടെ വന്ന ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ? ചെറിയമ്മ അപ്പച്ചിയും ഞങ്ങൾക്ക് സ്വൈര്യം തരില്ല. അതൊക്കെ ഞാൻ ശരിയായിക്കോളാം. അങ്ങനെയല്ല മുത്തശ്ശി, ഞങ്ങൾ എന്തായാലും ഇവിടെ വരെ വന്നില്ലേ. ഇനി തീരുമാനം എന്താണെന്ന് പൂർണിമ ചേച്ചി പറയട്ടെ. ഓ, എന്തോ ഇതിനകത്ത് ഇപ്പൊ പൂർണിമ എന്തോ അഭിപ്രായം പറയാനാ? ചേട്ടാ, നിങ്ങളടുത്തുള്ള സ്നേഹത്തിന്റെ അടുപ്പത്തിന്റെ പുറത്തൊരു കാര്യം പറഞ്ഞതാ. അതിനിങ്ങനെ ദ്രോഹിക്കാവുള്ളാവോ? എടി നീരജെ, നിന്റെ വീട്ടിലാണ് ഇങ്ങനെ സമ്മതിക്കൂടി? ഏയ്, ഒരിക്കലും കേട്ടാ. എന്നാലും ഇവരെ സമ്മതിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താ അത് സ്വന്തം അനിയത്തിയുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ഇവർക്ക് അറിയില്ലേ? ഇവൾക്ക് വേണ്ടതും അതാണല്ലോ. ഞാനൊരു നല്ല വീട്ടിൽ വന്ന് ജീവിക്കുന്നത് കണ്ടിട്ടേ അസൂയ മൂത്ത് എന്റെ ജീവിതം നശിപ്പിക്കാൻ തീരുമാനിച്ച് മനഃപൂർവ്വം ചെയ്യുന്നതാ ഇവളിതൊക്കെ. ഇവരിപ്പൊ തന്നെ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കി ഗേറ്റ് അടയ്ക്കണം. പൂർണിമേ, നീ എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? ഇവരെ തിരികെ പറഞ്ഞേക്ക്. ഇവർക്ക് അറിയേണ്ടത് നിന്റെ തീരുമാനമാണ്. അത് പറഞ്ഞവരെ പറഞ്ഞേക്ക്. എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും തനിച്ചൊന്ന് സംസാരിക്കണം. വന്നേ. പൂർണിമ, വന്നോളൂ. എന്തുവാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? അത് ഞങ്ങൾ പറഞ്ഞല്ലോ.
ചേച്ചി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ വിശ്വാസത്തില് ഞങ്ങളെ കല്യാണം കഴിച്ചു. ഇനി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. അല്ല, അതൊന്നും അല്ല കാര്യം. നിങ്ങൾക്ക് ഇങ്ങനെ കല്യാണം കഴിക്കണമായിരുന്നെങ്കിൽ അതെന്നേ ചെയ്യായിരുന്നു. അപ്പൊ അതൊന്നും ചെയ്യാതെ ഈ സമയത്ത് തന്നെ കല്യാണം കഴിച്ചിട്ട് അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു എന്നൊരു കാരണം പറയുന്നതിന് പിന്നിൽ വേറെന്തോ ലക്ഷ്യമുണ്ട്. അതെ, ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. അതെന്താണെന്ന് ചേച്ചിക്ക് മനസ്സിലായി കാണുമല്ലോ. മഹാദേവൻ അങ്കിളാണ് കിരണിന്റെ അച്ഛനെന്ന് തെളിയിച്ച് കിരണിന് കിട്ടേണ്ട അവകാശം വാങ്ങിക്കൊടുക്കണം. അതിനാ ഞങ്ങൾ വന്നത്. ചേച്ചിക്ക് ഞങ്ങളോട് ദേഷ്യം തോന്നരുത്. ഞങ്ങൾക്ക് വേറെ വഴിയില്ല, അതാ ഇങ്ങനെ ചെയ്തത്. നിങ്ങളെ സ്നേഹിച്ച് കൂടെ നിർത്തിയനല്ലേ എനിക്ക് ഈ ശിക്ഷ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാന്ന് ചേച്ചി പലതവണ പല രീതിയിൽ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെന്താ ഇപ്പൊ മാറ്റി പറയുന്നത്? നിങ്ങളെ സഹായിക്കാന്നും എന്താവശ്യം വന്നാലും പറയണമെന്ന് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നേക്കുന്നത് അതിനുവേണ്ടി അല്ല. നിങ്ങളുടെ ഉദ്ദേശം വേറെയാ. എന്താ കിരൺ, ഇളന്തോന്നും മിണ്ടാത്തെ? എന്റെ സഹോദരനെ പോലെയല്ലേ കിരണിനെ ഞാൻ കണ്ടത്. എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നു കിരൺ? സഹോദരനെ പോലെ നല്ല ചേച്ചി, ഞാൻ ചേച്ചിയുടെ അനുജൻ തന്നെയാ. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നത്. ഒരനാഥനായി ഞാൻ ഇത്രയും വർഷം ജീവിച്ചു. ഇനി എനിക്ക് വയ്യ. അച്ഛനും സഹോദരങ്ങളും കൺമുന്നിൽ തന്നെ ഉള്ളപ്പോ ഇനി ഒരു അനാഥനായി ജീവിക്കാൻ എനിക്ക് വയ്യ. നിങ്ങൾ ആരെ ഉപദ്രവിക്കണമെന്ന് എനിക്കില്ല. നിങ്ങളുടെ സ്വത്തോ പണമോ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് ഒരു അഡ്രസ്സാ, എന്റെ അച്ഛന്റെ അഡ്രസ്. വെറുതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. ചെറിയച്ഛനാണ് നിന്റെ അച്ഛനെന്നുള്ളതിന് എന്ത് തെളിവാ നിന്റെ കയ്യിലുള്ളത്? തെളിവൊന്നും ഇല്ലെങ്കിൽ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിപ്പോണം. അത് തെളിയിക്കാൻ തന്നെ ഞങ്ങൾ വന്നത്. അതെ ചേച്ചി, എന്റെ അച്ഛൻ ഇന്ദ്രപ്രസ്ഥത്തിൽ മഹാദേവൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ നിങ്ങളത് അംഗീകരിക്കുന്നില്ലേ? എനിക്കത് തെളിയിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പക്ഷേ എനിക്ക് വേണ്ടത് എന്റെ അച്ഛൻ എന്നെ അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് മകനായി അംഗീകരിക്കുന്നതാ. പുറത്തെവിടെയെങ്കിലും വെച്ച് അങ്കിളിനെ കണ്ട് സംസാരിക്കാന്ന് വെച്ചാ അത് പ്രശ്നമാകും. അതുകൊണ്ടാ ഇവിടെ താമസിച്ചുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാന്ന് കരുതിയത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ രണ്ടുപേരെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതാണ് ചേച്ചിയുടെ തീരുമാനമെങ്കിൽ ഞങ്ങൾക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്ത് തീരുമാനം? ചേച്ചിക്കറിയാവുന്ന മാർഗം തന്നെയാ ഞങ്ങൾ രണ്ടുപേരുടെ മുന്നിലുള്ളത്. മീഡിയ. ഏതെങ്കിലും ഒരു ചാനലിൽ ചെന്ന് ഇന്ദ്ര ടിവിയിലെ മഹാദേവനാണ് കിരണിന്റെ അച്ഛനെന്ന് പറഞ്ഞ പിന്നെ എന്താ ഉണ്ടാവാന്നറിയാലോ. മീഡിയയെ കുറിച്ച് ചേച്ചിക്ക് ഞങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതെ, അവരെ ബോധ്യപ്പെടുത്താനുള്ള തെളിവൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളെന്താ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാണോ? ഇത് ബ്ലാക്ക് മെയിൽ അല്ല ചേച്ചി, ഇത് സത്യം തെളിയിക്കാനുള്ള പോരാട്ടം.